ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രാഹ്മിൺസിൻ്റെ ഒരു ബീഫ് ഫ്രൈ എന്നാണ് ഇതിന് പറയണത്. കാരണം ഇത് ശരിക്കും ബീഫ് ഫ്രൈ പോലെ ഇരിക്കും. നമ്മൾ ചെറുപയർ 1/2 ഗ്ലാസ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട് ഇതിട്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കുതിർന്ന് പോകാൻ പാടില്ല. ഇങ്ങനെ കരകരകരാന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കരകരാന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. ഒരു തരിതരിപ്പ് വേണം, ഒരു തരിയായിട്ടിരിക്കണം. എന്നാലേ ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും. ഈ ഒച്ച കേൾക്കണം അതിനകത്തിട്ട് ഇളക്കുമ്പോൾ. പിന്നെ അതിന് വേണ്ടുന്ന മസാല ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു 1/4 സ്പൂൺ കുരുമുളക്, കാലേ ഉള്ളൂ കേട്ടോ. ഇത് വീഡിയോയിൽ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇത് 2 കറുവപ്പട്ട, ചെറിയ കറുവപ്പട്ട. ഇത് ഒരു 3 ഗ്രാമ്പുവാണിത്. 3 ഗ്രാമ്പു. പിന്നെ ബേ ലീഫിൻ്റെ ഒരു ചെറിയ കഷ്ണം, ഒരു മൂല ഒടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇടുന്ന. വേറെ മസാലകളൊന്നും ഇടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ 3 ഗ്രാമ്പു, ഒരു ഇച്ചിരി ബേ ലീഫ്, 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 1/4 സ്പൂൺ കുരുമുളക്. ഇതൊക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടേ വരാവുള്ളൂ. അതിന് വേണ്ടി ഇത്ര എടുക്കണം. ഇതെന്ന് പറയുമ്പോൾ 1/2 ഗ്ലാസ്സിൽ കൂടുതലുണ്ട് ചെറുപയർ, 1/2 ഗ്ലാസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 വറ്റൽമുളക് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വറ്റൽമുളകും ഈ മസാലയും കൂടെ നമ്മൾ വേറെ അരച്ചെടുക്കും. ഈ പയർ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അരച്ചെടുക്കും. കുതിർന്നിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയമായി. പയറിട്ടപ്പോൾ ഇട്ടതാണ്. അതുകൊണ്ട് കുതിർന്നിട്ടുണ്ട്. എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ അത് അന്നേരം ഇത് കുതിരുള്ളെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങളിത് പപ്പരങ്ങ, ഞങ്ങൾ പപ്പരങ്ങ എന്നാണ് പറയണത്. പല നാട്ടിൽ ഓമയ്ക്ക, കൊപ്പയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഇന്നൊരു മെഴുക്കുരുട്ടി ഉണ്ടാക്കി ഞാൻ. നല്ല ടേസ്റ്റുണ്ട്. അത് പപ്പര നല്ല പപ്പരയാണ്, നല്ല ടേസ്റ്റുള്ള പപ്പരങ്ങയാണ്. ഞങ്ങൾ പല പ്രാവശ്യം കറി വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെയാണ്, ഞങ്ങളുടെ അല്ല കേട്ടോ, ഞങ്ങളുടെ ഒടിഞ്ഞു പോയി പപ്പര മഴ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ കറി വെച്ചു. ഇന്നത്തെ പരിപാടിയിൽ എൻ്റെ ചോറൊക്കെ അടുപ്പത്ത് കിടക്കണേ ഉള്ളൂ, എൻ്റെ കുക്കറിനകത്ത് കിടക്കണേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കണിയിലൊക്കെ തിരിയാൻ കറിയൊക്കെ മിച്ചമുണ്ട്, ഇന്നത്തേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ സ്പെഷ്യലിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെ അരച്ചെടുത്തിട്ട് ഞാൻ വരാം. അപ്പം നമ്മുടെ ആ ചെറുപയറിൻ്റെ വിഭവം ഉണ്ടാക്കാനുള്ള ചെറുപയർ നമ്മൾ അരച്ചെടുത്തു. ഇച്ചിരി ഉപ്പ് പോരാഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിടാൻ ഞാൻ പറയാൻ മറന്നു, ഉപ്പിട്ട് അരക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തരിതരിപ്പ് കണ്ടോ, ഇത് ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അരയാൻ പാടില്ല, ഒത്തിരി അരഞ്ഞു പോയെന്നാൽ നമുക്ക് അപ്പം പുഴുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പുഴുങ്ങിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു തരിതരിപ്പ് കണ്ടോ, ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിലോട്ട് ഇതിപ്പോൾ ഒന്നിച്ച് വേണമെങ്കിൽ അരയ്ക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പൊടിയത്തില്ല, മുളകൊന്നും അങ്ങനെ പൊടിയത്തില്ല. അപ്പോൾ ഈ മസാല ഇതിലോട്ടിട്ടു. മസാല ഇതിലോട്ടിട്ടിട്ട് നമ്മളൊരു ലേശം കൂടെ വെള്ളം വേണം, കാരണം ഇത് നമ്മൾ പാത്രത്തിലാക്കി പുഴുങ്ങാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലേശം വെള്ളം വേണം, ഇല്ലെങ്കിൽ എല്ലായിടത്തോട്ടും മുളക് ചെല്ലത്തില്ല നമ്മൾ കുഴച്ച് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മളിതിനെ ഒന്ന് കുഴച്ച് അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, ഒന്ന് കുഴച്ചെടുക്കുക. എല്ലായിടത്തും ഈ മസാല ചെല്ലണം. ഈ മസാലയാണ് ഈ ചെറുപയറിനെ ടേസ്റ്റ് വരുത്തുന്നത്. ഞാൻ അതിശയിച്ചു പോയി, ഇത് കഴിച്ചിട്ടേ ഞെട്ടിപ്പോയി. കാരണം ഇത് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണമല്ലോ എന്ന് ഓർത്ത്. കാരണം ഇത് ബ്രാഹ്മൺസ് ഇറച്ചി മീനും കഴിക്കാത്തത് കൊണ്ട് അവർക്ക് ഇറച്ചിക്കറിയുടെ ഫീൽ ചെയ്യുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ അത് ഞാൻ കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ എന്നാ ടേസ്റ്റാണ് ഇത്. ഒരു മനുഷ്യൻ പറയത്തില്ല ഇത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയാണെന്ന്, ഒരു മനുഷ്യൻ പറയത്തില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിനെ എന്ത് ചെയ്യണമെന്നോ, ഇതിനൊരു പാത്രത്തിൽ ഞാൻ ലേശം നെയ്യ് തടവിയിട്ടുണ്ട്. നെയ്യാണ് ടേസ്റ്റ്, നെയ്യ് തടവിയിട്ടുണ്ട്. ഞാനിതെല്ലാം പരീക്ഷിച്ച് നോക്കിയതാണ്, നെയ്യാണ് ടേസ്റ്റ്. അവർ നെയ്യിലാണ് എന്നെ ഉണ്ടാക്കി കാണിച്ചത്. അപ്പം അത് ഇല്ലയെന്ന് എനിക്കറിയില്ല, എൻ്റെ കഞ്ഞിയുടെ വിസിൽ കേൾക്കണതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് എണ്ണ തടവിയിട്ട് അതിലോട്ട് വെക്കണം. ഉണ്ടാ അതിനെ അങ്ങോട്ട് വെച്ച് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചത്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഇത്തിരി കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ
അത് മുറിച്ച് അപ്പ പീസ് പോലെ എടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് നമ്മളിങ്ങനെ ലെവൽ ചെയ്യണം. എന്താണെന്നാ ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ട്, മൊബൈൽ പിടിച്ചേക്കുന്നതുകൊണ്ട്, ക്യാമറയൊന്നും അല്ല കേട്ടോ, മൊബൈലിനകത്താണ് ഞാൻ എടുക്കുന്നത് ക്യാമറ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ ഒന്ന് ലെവൽ ചെയ്യണം. കാരണം തിരിച്ചിടുമ്പോഴും നല്ലതായിട്ട് മൊരിയണ്ടേ, ഇല്ലെങ്കിൽ തടമഴയായിട്ടിരുന്നാൽ ആ മുഴച്ചിരിക്കുന്ന വശം മാത്രമേ മൊഴിയത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വേണ്ട, നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റി വേവിക്കുക. അതായത് ഒരു ഇടിയപ്പം വേകണ സമയമാണ് ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയുടെയൊക്കെ സമയമാണ്. അത്രയും സമയത്ത് ഇത് ഒന്ന് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഈ ചെറുപയറിനെ വേവിച്ചു, അതിനെ ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് നമ്മൾ വട്ടയപ്പമൊക്കെ മുറിക്കുകയല്ലേ, കേക്കൊക്കെ മുറിക്കും പോലെ ഇങ്ങനെ വരഞ്ഞ് അതിനെ മുറിയിട്ട് ഇങ്ങനെ എടുക്കും. എടുത്തതിന് ശേഷം നമ്മളതിനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് നമുക്ക് വേണേൽ ഡയമണ്ട് ആക്കാം, എങ്ങനെ വേണേലും ആക്കാം. ചെറിയ രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കും. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൽ എല്ലാം ഒരുപോലത്തെ പീസായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ച്, അപ്പോൾ അതിന് പൊങ്ങി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർത്തായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനെ ഇനി നമ്മൾ പൊക്കിയെടുക്കും. നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ പൊക്കാം. കണ്ടോ, ഇങ്ങനെ പൊക്കിയെടുക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൊക്കി എടുക്കും. നമ്മൾ നെയ്യ് തേച്ചുകൊണ്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ നെയ്യ് ചേർക്കണത്, നെയ്ക്ക് ടേസ്റ്റുണ്ട് നെയ്യ് ചേർത്താലേ. ഞാൻ നെയ്യ് ചേർക്കാതെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നെയ്യ് തന്നെ ചേർക്കണത്. അപ്പം ഇതൊരു പീസ് വലുതുണ്ട്, അതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മുറിക്കട്ടെ. കാരണം അപ്പോൾ ചെറുപയർ നമ്മൾ മസാല എല്ലാം ചേർത്ത് ആവിക്ക് വേവിച്ചതാണിത്. ഇങ്ങനെ പീസാക്കി എടുക്കണം. പീസാക്കി എടുത്തിട്ട് നമ്മൾ ചുമന്നുള്ളിയില്ലേ, അവിടെ ഇത്രയും ചുമന്നുള്ളിയാണ് ഞാൻ ഇതിനെടുക്കുന്നത്. അപ്പോൾ ഇതിനെടുത്ത് നമ്മളിങ്ങനെ കുഞ്ഞായിട്ടെന്നൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കണ്ട, ഞാൻ കുറച്ച് അരിഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ. ഇത് ഒത്തിരി ചെറുതാക്കാൻ പാടില്ല, ഇത് ഇങ്ങനെ അരിയാവുള്ളൂ, കണ്ടോ, ചെറുതാക്കാൻ പാടില്ല. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുക്കണം, ഒത്തിരി ചെറുതാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞു. അപ്പോൾ ഒരു 6 വറ്റൽമുളക് അതിനകത്ത് അരി കളഞ്ഞ് എടുത്തതാണ്. വേപ്പിലയുണ്ട്. അത് വറ്റൽമുളക് അരി കളയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് കാശ്മീരി അല്ല, ഭയങ്കര എരിവുള്ളതാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളി, ഈ മുളകും ഈ പീസും കൂടെ കൂട്ടിയാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ ഈ പീസിനെ നമ്മൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ വറുത്തെടുക്കും. അങ്ങനെ വറുത്തെടുത്താലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് വറുക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. നമുക്കിനിയിപ്പം ലൈറ്ററും കംപ്ലൈൻ്റ് ആക്കുന്നു. ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ നെയ്യ് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നെയ്യ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഇട്ട്, വെളിച്ചെണ്ണയുടെ കൂടെയാണ് നെയ്യ് ഇടുന്നത്. അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യ് ഒഴിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചാണ് വറുക്കുന്നത്. കാരണം ഫുള്ള് നെയ്യ് ഒഴിക്കണത് നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളും കഴിക്കണമല്ലോ, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ചെറുപയറാണെന്നൊരു മനുഷ്യൻ പറയത്തുമില്ല. പിള്ളേരെ പറ്റിക്കാൻ നല്ല സാധനമാണ് ഇത്. കാരണം പിള്ളേർ ചെറുപയർ കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇടിയാണേ. പിള്ളേർ ചെറുപയർ കൊടുത്താൽ കഴിക്കത്തില്ല, പിള്ളേർക്ക് ചെറുപയർ ഇഷ്ടമല്ല. പക്ഷേ എന്നാൽ ചെറുപയർ പിള്ളേർ കഴിക്കേണ്ട സാധനമാണ്.
അവർക്ക് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ അതിനകത്തുള്ളതാണ്. പോഷക ഗുണമുള്ളത് കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേരുള്ളവർക്ക് ഇത് 2 കഷ്ണം ഒന്ന് വറുത്ത് നിങ്ങളൊന്ന് സ്കൂളിൽ പോകാൻ നേരം കൊച്ചുങ്ങൾക്കൊന്ന് ടിഫിൻ ബോക്സിനകത്തൊന്ന് വെച്ച് കൊടുത്തേ. അവരൊക്കെ നല്ല ഇറച്ചി കഴിക്കണേ എങ്ങനെയാണ് അതുപോലെ കഴിക്കും. ബീഫ് ഫ്രൈ ആണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അത് അങ്ങനെ തോന്നിക്കുകയുള്ളൂ. വെച്ചുണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെറുതെ പറയണതല്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അറിയിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾ. അതാണ് അതിൻ്റെ ശരി. ഉണ്ടാക്കിയിട്ട് അറിയിക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കണം. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം നമ്മൾ പല പ്രാവശ്യം ഉണ്ടാക്കത്തില്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് നിർത്തിക്കളയും. അതേത് സാധനവും അങ്ങനെ തന്നെയാണ്. ഇതിപ്പം അങ്ങനെയല്ല. നമുക്ക് ഇത് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെ. ഇത് ചെറുപയറിൻ്റെ ഗുണവും കിട്ടും, ടേസ്റ്റും കിട്ടും. നമ്മൾ ബീഫ് ഫ്രൈ കഴിക്കും പോലെ കഴിക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാണ് ഒരു മനുഷ്യനൊട്ട് മനസ്സിലാവത്തുമില്ല. ഗസ്റ്റ് വന്നാലും കൊടുത്താൽ അവർ പറയത്തില്ല ഇത് എന്ത് സാധനമാണെന്ന് പറയത്തില്ല. കാരണം അത്ര ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ ഈ ഇത് വെന്ത സാധനം ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും അതിനെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി തീ കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെന്തതാണല്ലോ, ഇനി വേകാനില്ലല്ലോ. അപ്പോൾ എണ്ണ പോരാതെ വന്നാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പം ആവശ്യത്തിനുണ്ട്, എണ്ണയുണ്ട്. നമ്മളിങ്ങനെ എല്ലാ വശത്തോട്ടും നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണ്ട. ഇത് ഒരു വശം ഫ്രൈ ആയത് കാണിച്ചു തരാം. കണ്ടോ ഇപ്പോൾ ഫ്രൈ ആയില്ലേ? ഇതേപോലെ തന്നെ എല്ലാ പീസും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് 2 വശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്ക്. കണ്ടോ, അതൊക്കെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ അത് വറുത്ത് കോരി ഇപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണേ. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും മുളക്, വേപ്പില ഇത്രയും സാധനം ഇടുകയാണ് നെയ്യിടകത്തേക്ക്. ഇങ്ങനെ ഒന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റണം. അത് തീ കുറച്ചിട്ട് വഴറ്റണം. എന്താണെന്നാ ഇതിൽ കരിയാനൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വാടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ തന്നെ കരിയാതെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. കണ്ടോ, മുളകൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്നതുണ്ടോ. ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൂടെ ഒന്ന് വാടണം. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിയുടെ പച്ച കുത്തലങ്ങ് മാറണം. അതുവരെ ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കാണുന്ന ഇടയ്ക്ക് എനിക്ക് ഈ മൊബൈലിൽ പണിമുടക്കം ഉണ്ടാക്കി. അത് കാരണം ഞാൻ പോയിരുന്നു കുറേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഫോൺ ഹാങ്ങായി പോയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് പോയിരിക്കുകയായിരുന്നു. മൊബൈൽ റെഡിയാക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഞാൻ വാട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് പരുവം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആ ഒരു പരുവമെന്ന് പറഞ്ഞാൽ ഇതാണ്. നന്നായിട്ട് വാടിയിട്ടുണ്ട്. കണ്ടോ, മുളകുമൊക്കെ വാടി, ഉള്ളിയൊക്കെ വാടി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ എന്നാലും എന്ത് ചെയ്യണം, ഇത് കണ്ടോ, ഇതാണ് ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇത്രയും ഇങ്ങനെ വാടി അത് ഫുൾ വഴന്ന് വരണ്ട, ഇങ്ങനെ മതി. വെന്ത് കുഴയാത്ത ഒരു രീതിയിൽ വേണം ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട്. നമുക്ക് എണ്ണ പോരെങ്കിൽ കുറച്ചുകൂടെ നെയ്യോ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇച്ചിരി ഒഴിച്ചാൽ മതി. അപ്പോൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ച ചെറുപയർ ഇടിയാണ്. അപ്പോൾ ഇത് പൊടിയൊക്കെ എന്നെ തൂത്തണം. പൊടിയൊക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റായിരിക്കും അറിയാമോ. ഇതൊരു മനുഷ്യന് മനസ്സിലാകത്തില്ല ചെറുപയറാണോ എന്നുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇതിൽ വായിലോട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ഇതൊരു വെറൈറ്റിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേ അറിയാമല്ലോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടാക്കത്തില്ലല്ലോ.
അപ്പോൾ ഇത് വറുത്തപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഒരാളെടുത്ത് കഴിച്ചിട്ട് പറയും ഇത് എന്ത് സാധനമാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റണില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ഇത് ചെറുപയറാണ് എന്ന് പറയപ്പോഴാണ് മനസ്സിലാവുന്നത്. ചെറുപയറിനെ ഈ കോലത്തിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ കണ്ടല്ലോ അവരെന്തോ ഒരു പേര് ഇതിന് പറഞ്ഞു കേട്ടോ. ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. പേരൊക്കെ ഞാൻ മറന്നുപോയി. ആ ആളും ഇല്ല ഇപ്പം. ഇതുണ്ടാക്കി കാണിച്ച ആളും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ അന്നോട്ട് ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുമ്പോഴൊക്കെ ആ ആളെക്കുറിച്ച് ഓർക്കും, എന്നെ പഠിപ്പിച്ചത് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറുപയർ. കണ്ടല്ലോ ഒരു വെറൈറ്റിയാണ് ഇത്. ബ്രാഹ്മൺസിൻ്റെ ബീഫ് ഫ്രൈ എന്നാണ് പറയണത് ഇതിന്. അപ്പോൾ അതിന് ഒരു പേരുണ്ട്, എന്തോ ഒരു പേരും കൂടെ പറഞ്ഞവർ. അപ്പോൾ ശരിക്കും അവർ പറയണത് ഇതാണ്, ബ്രാഹ്മൺസ് ബീഫ് കഴിക്കാത്തത് കൊണ്ട് അവർക്ക് ബീഫിന് പകരം അവർ ഉണ്ടാക്കി കഴിക്കുന്നതാണ് മസാലയിൽ ഈ ബീഫ് ഫ്രൈ. ഈ ഫ്രൈ അപ്പോൾ അതാണ്. അപ്പോൾ ഓക്കെ, ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, അതും ഒരു സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള വെറൈറ്റികളും ഒക്കെ നമുക്ക് ഇങ്ങനെ പറ്റണ പോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാനത് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റട്ടെ.